ഞാനിരിക്കുക കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ വെള്ളത്തിൻ്റെ തന്നെ കഥയാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ തണുത്ത വെള്ളം കിട്ടുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നൂല് പോലെ വെള്ളം വന്നെ അതിനകത്ത്. അന്നൊരു ഫ്രിഡ്ജ് പോലത്തെ സാധനം റെയിൽവേ സ്റ്റേഷൻ വയ്ക്കുക, അതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നൂല് പോലെ വെള്ളം വരുള്ളൂ. അപ്പം മണ്ഡലകാലമാണ്. ഒരു സ്വാമി ഇറങ്ങി വന്നു, ട്രെയിൻ വിടാറായി. സിഗ്നൽ കൊടുത്ത സമയത്ത് പുള്ളി ഒരു 1.5 ലിറ്ററിൻ്റെ കുപ്പിയായിട്ട് വന്ന്, പെപ്സി കുപ്പിയായിട്ട് വന്നേക്കുവാ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട്. പുള്ളി ഇത് നിറച്ചു, ഇതിങ്ങനെ നിറയാൻ തുടങ്ങി, ട്രെയിൻ ഓടാൻ തുടങ്ങി. പുള്ളി പോയി കയറണ്ടേ? പുള്ളി ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക. റെയിൽവേ സ്റ്റേഷനിലുള്ള മുഴുവൻ പുള്ളിനെ നോക്കി. ആ ഡോറ് ഇന്ന് വേറെ ആള് മുൻസാമേ ഇത് ട്രെയിൻ എടുത്തിടാ പാടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണ്ട പുള്ളി. അപ്പൊ ഇങ്ങനെ ട്രെയിൻ ചെറിയ അനക്കേ തുടങ്ങിയിട്ടുള്ളൂ. ഇതിങ്ങനെ പകുതി കുപ്പിയായി. മുൻസാമിടാ ട്രെയിൻ വിടറാ പാടാ മുൻസാമിടാ പുള്ളി തന്നെ ഇടറാ തന്നെ ഇങ്ങനെ നിൽക്കുക. ഇത് 3:45. മുൻസാമി ട്രെയിൻ വിടറ വാടറാ എന്നൊക്കെ പറയും പുള്ളി. പിന്നെ തന്നെ ഇടറാ ഞാൻ അവിടെ. അപ്പൊ ഇപ്പത്തെ ഈ ഇവരുടെ ഈ ഇന്ററാക്ഷൻ കാരണം സ്റ്റേഷനിലുള്ള എല്ലാവരും ഈ പുള്ളിനെ നോക്കാൻ തുടങ്ങി. മുൻസാമി പതുക്കെ അടപ്പടച്ചിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് സംഗതി ഇച്ചിരി പാളിയിട്ടുണ്ട്. ട്രെയിൻ നല്ല മൂപ്പായി. പുള്ളിക്ക് കയറാൻ പറ്റുന്നൊരു സ്പീഡല്ല. പുള്ളി നടത്തം പതുക്കെ ഓട്ടോ ആക്കി. ഒരു 200 മീറ്റർ കൂടെ കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് പിന്നെ പുള്ളി പോയി. അവർ ശബരിമലയ്ക്ക് പോകും, പുള്ളി കോട്ടയത്ത് കിടക്കും. ഞാൻ നോക്കുമ്പോൾ മുനിസ്വാമി ഒരു ഓട്ടം തുടങ്ങിയിട്ട് ട്രെയിനിൻ്റെ ഒപ്പം ഓടി 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 ആ ഡോർ എത്താറായപ്പോൾ ഈ കുപ്പി ഒരൊറ്റ എറിഞ്ഞിട്ട് ചാടി ഡോറെ പിടിച്ച് കയറിപ്പോയി.